HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? പഠനത്തിൽ മറക്കരുതാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഡിസംബർ 14 നമ്മുടെ CTET പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും എക്സാം കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ പ്രതീക്ഷിക്കാം. ഒരു 1-1.5 മാസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാം എങ്ങനെയായിരുന്നു? CTET പേപ്പർ 1 നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 5th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള യോഗ്യതാ നിർണയ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ സിലബസ് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതോടൊപ്പം അതിൽ നമുക്ക് ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോഗി പഠിക്കാനുണ്ടായിരുന്നു. ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം ഉണ്ടായിരുന്നു. ഇത്തവണ ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു. പക്ഷേ ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വളരെ ലെങ്തി ആയതുകൊണ്ട് തന്നെ വായിച്ചെടുത്ത് ആൻസർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവര്, കുറേ മോഡൽ എക്സാമുകൾ എഴുതി പരിശീലിച്ചവർ, അല്ലെങ്കിൽ കൂടുതൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമായിരുന്നില്ല. അവർക്ക് എളുപ്പത്തിൽ തന്നെ ആ ഒരു ആൻസേഴ്സ് കണ്ടുപിടിക്കാനും സമയത്തിനുള്ളിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടാവും. അതിൽ ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോഗി എന്ന ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടതിൻ്റേത് പോലെയല്ല, കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. ലാംഗ്വേജ് പേപ്പർ അത്യാവശ്യം ലെങ്തി ആയിരുന്നു. EVSന്റെയും മാത്സിന്റെയും ഭാഗം നോക്കുകയാണെങ്കിൽ മാത്സ് വളരെ സിമ്പിൾ ആയിരുന്നു. അതായത് ഒരു 5ാം ക്ലാസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം പെഡഗോഗി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പെഡഗോഗി ചോദിക്കുന്ന ആ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒപ്പം ലെങ്തി പേപ്പറും തന്നെ ആയിരുന്നു. ഇനി പേപ്പർ 2ന്റെ കേസിലോട്ട് വരുമ്പോൾ CTET പേപ്പർ 2 2 കാറ്റഗറിയിലായിട്ടാണ് നടന്നിരുന്നത്. അതായത് സോഷ്യൽ സയൻസ് ഒരു ഓപ്ഷൻ, അടുത്തത് മാത്സ് ആൻഡ് സയൻസ്. മാത്സ് ആൻഡ് സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ മാത്സിന്റെ ഭാഗം 6, 7, 8, 9 9ാം ക്ലാസ്സിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. മെയിൻ ആയിട്ട് 6, 7, 8 ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസിൽ നിന്ന് ഒതുങ്ങിക്കൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ആ NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടാവാം. കാരണം പ്യുവർ മാത്സിന്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ നല്ലൊരു പ്ലാനിങ്ങോട് കൂടി പഠിച്ച ഒരാൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല മാത്സിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈക്കോളജി, അതുപോലെ തന്നെ ലാംഗ്വേജസ്, ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം ഇംഗ്ലീഷും മലയാളം ഉണ്ടായിരുന്നു. എൻറ്റയർലി നോക്കുകയാണെങ്കിൽ പേപ്പർ 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. നമ്മൾ പലതവണ PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്തി ആയിട്ടുള്ള പേപ്പറാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന സിലബസിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുള്ളത്. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പെഡഗോഗി ഒക്കെ അപ്ലിക്കേഷൻ ലെവൽ ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞു. ഈ എക്സാമിൽ നന്നായി പെർഫോം ചെയ്തവരുണ്ടാവും, വേണ്ടത്ര നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റാത്തവരുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് ഇനിയും അവസരമുണ്ട്. CTET നമുക്കറിയാം വർഷത്തിൽ 2 തവണയാണ് എക്സാം നടക്കുക. ഇനി അടുത്ത എക്സാം വരാൻ സാധ്യതയുള്ളത് ജൂൺ, ജൂലൈ മാസങ്ങളിലായിട്ടാണ്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. പലർക്കും പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനോട് വളരെ അടുത്ത ദിവസങ്ങളിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതൊരു വലിയൊരു ഡിഫക്റ്റ് ആണ്. കാരണം എന്ത് എക്സാം ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ തന്നെ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടത്. വൈകി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിലബസ് അത്യാവശ്യം പഠിക്കാനുണ്ട്. കാരണം സൈക്കോളജി പഠിക്കണം, ലാംഗ്വേജസ് പഠിക്കണം, പിന്നെ പേപ്പർ 1നാണെങ്കിൽ EVS മാത്സ്, പേപ്പർ 2നാണെങ്കിൽ മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷൻ ഉള്ളവർക്ക് അത് പഠിക്കണം, സോഷ്യൽ സയൻസ് അത്യാവശ്യം വാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഹറിബറി ഇല്ലാതെ തന്നെ റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടും. ഇനി
ഈ ഒരു സീറ്ററ്റ് പേപ്പർ 1 പേപ്പർ 2 ക്വാളിഫൈ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ അധ്യാപക തസ്തികകളിലേക്ക് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. എല്ലാ അധ്യാപക തസ്തികകളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 1 ക്വാളിഫൈ ചെയ്താൽ PRT പോസ്റ്റിലേക്കും പേപ്പർ 2 ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ TGT പോസ്റ്റിലേക്കും നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഹയർ ജോബായ PGT പോസ്റ്റിന് നമുക്ക് നിലവിൽ സീറ്ററ്റിന്റെ ആവശ്യമില്ല, PG+B.Ed മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇനി ഒരു പേപ്പർ 3 അല്ലെങ്കിൽ കാറ്റഗറി 3 എന്നുള്ള രീതിയിൽ ഒരു എക്സാം വരുമെന്ന് പലയിടത്തും പറഞ്ഞു കേൾക്കുന്നു. കൺഫേം ആയിട്ടുള്ള കാര്യമല്ല. ഇനിയിപ്പോൾ NEP ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ കേന്ദ്ര സർവീസിൽ ഒരുപാട് അധ്യാപക തസ്തികകൾ വരും. അതിലൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ സീറ്ററ്റ് വേണമെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ RRBയുടേത് വിളിച്ചിട്ടുണ്ട്. അവിടെയും എന്ത് തന്നെയാണ്, സീറ്ററ്റ് ഒരു കമ്പൽസറി ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സീറ്ററ്റ് യോഗ്യത നേടിക്കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ, നവോദയ വിദ്യാലയ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന എല്ലാ അധ്യാപക തസ്തികകളിലേക്കും നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ എക്സാം ഇപ്പോൾ കഴിഞ്ഞു, പലർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എക്സാം എഴുതാത്തവരുണ്ടായിരിക്കും. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ DLEDും അതുപോലെ തന്നെ B.Ed ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് സെമ്മിലോട്ട് ഒക്കെ തേർഡ് സെമ്മിലോട്ടൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറ്ററ്റ് എക്സാം നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതിനായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട്. അടുത്ത എക്സാം വരെ ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ്. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. എത്ര നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുന്നു അത്രയും നല്ലതാണ്. കാരണം നമുക്ക് അത്രയും തവണ റിവൈസ് ചെയ്യാനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം നമുക്ക് ലൈവ് സെഷൻസും ഉണ്ട്. ലൈവ് സെഷനിൽ റെക്കോർഡഡ് ക്ലാസ്സുകളിലുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനുമാണ് ചെയ്യുന്നത്. അതേപോലെ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ടൈം ടേബിൾ തരും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീക്ക്ലി റിവിഷൻ ഉണ്ടാവും. ഒപ്പം എക്സാമിനോട് അടുക്കുന്ന സമയത്ത് നമുക്ക് മോഡൽ എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യും. കൂടാതെ മെന്റർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ മെന്ററിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത എക്സാം ജൂൺ ജൂലൈ നമുക്ക് വിളിക്കുകയുള്ളൂ, നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതിന് മുന്നേ തന്നെ, അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം സമയം കിട്ടുകയും റിലാക്സ് ചെയ്ത് നമുക്ക് പഠിക്കാനും സാധിക്കും. ഇനി വരുന്ന സീറ്ററ്റ് എക്സാം എഴുതാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷിക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്